Hello dear students, നമ്മൾ ഇലക്ട്രോകെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ ഫസ്റ്റ് പാർട്ട് ഒരു 30 ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് പാർട്ടിൽ കണ്ടാണ്. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് അതിൻ്റെ കോൺസെപ്റ്റോടെ വായിച്ച് പോവാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 31st ക്വസ്റ്റ്യൻ. ഇൻ എ സെൽ ദി ഫോളോയിങ് റിയാക്ഷൻസ് ടേക്സ് പ്ലേസ്. ഒരു സെല്ലിൽ താഴെ കൊടുത്തിരിക്കുന്ന ഫോളോയിങ് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. നോക്കിയേ, Fe2+ ഗീവ്സ് Fe3+. Feക്ക് ഓക്സിഡേഷൻ നടക്കുക, Fe2+ന് ഓക്സിഡേഷൻ നടക്കുകയാണ് Fe3++ E. അതിൻ്റെ ഇ സെൽ വാല്യൂ കൊടുത്തിട്ടുണ്ട് 0.77 ഓൾട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ഹാഫ് സെല്ലിലെ റിയാക്ഷൻ I- ഗീവ്സ് I2+ 2E- കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഫോർ ദി സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഇൻ ദി സെൽ ഈസ് x × 10⁻². യെസ്, 10⁻²ൻ്റെ ഒരു പവറിൽ നമ്മൾ എഴുതണം. അപ്പോൾ അതിൻ്റെ എക്സ് കണ്ടുപിടിക്കാം. ജസ്റ്റ് കറക്റ്റ് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ദ വാല്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, ഓൾമോസ്റ്റ് എക്സിനടുത്ത് തന്നെ നിയറസ്റ്റ് ഇൻഡിജേഴ്സിൽ നമ്മളാക്കി എഴുതുക. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കീ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E0 വാല്യൂ ഫോർ എ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. E0 വാല്യൂ ഫോർ എ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ്റെ E0 വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സ്പോണ്ടേനിയസ് റിയാക്ഷൻ്റെ E0 വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ആ ഒരു പോയിന്റ് അറിഞ്ഞിരിക്കുക കീ പോയിന്റ് ആയിട്ട്. ദെൻ E0 സെൽ ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. ഓക്കെ, E0 കാഥോഡ് മൈനസ് ആനോഡ്. അപ്പോൾ ഇവിടെ കാഥോഡ് ആയിട്ട് നടക്കുന്നത് Fe2+ ഗീവ്സ് Fe3+. ഓക്കെ, അപ്പോൾ അവിടെ E0 കാഥോഡാണ് 0.77 മൈനസ് E0 ആനോഡ് എത്രയാ 0.54. So then we will get 0.23 volt. ഓക്കെ, 0.23. അല്ലെങ്കിൽ നമുക്കിത് നേരെ തിരിച്ച് ചെയ്ത് കഴിഞ്ഞാലും നെഗറ്റീവിൽ കിട്ടുന്നത് പോസിറ്റീവിലേക്ക് ആക്കുക. ബിക്കോസ് E0 വാല്യൂ ഫോർ സ്പോണ്ടേനിയസ് റിയാക്ഷൻ പോസിറ്റീവാണ്. ഓക്കെ, 0.23 കിട്ടും. നമുക്ക് ഈ ഒരു ടേമിലാണോ ആൻസർ വേണ്ടത്? അല്ല, നമുക്ക് x × 10⁻²ൻ്റെ പവറിൽ എഴുതണം. ഓക്കെ, x × 10⁻². അപ്പോൾ x ഇവിടെ എത്രയാ 23 - 23 കൊടുത്തിട്ടുണ്ട്. കണ്ടോ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഈ പോയിന്റ് അറിഞ്ഞിരിക്കുക, E0 വാല്യൂ ഫോർ സ്പോണ്ടേനിയസ് റിയാക്ഷൻ പോസിറ്റീവാണെന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ 23 × 10⁻² ഓൾട്ട് എന്ന് കിട്ടും. എന്താ E0 സെൽ എത്ര 23 × 10⁻². ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്തൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത്? എപ്പോഴും നമ്മൾ ആദ്യം തൊട്ടേ നമ്മൾ പറയുന്ന ഈ ഇക്വേഷൻ വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തില്ലേ. E0 സെൽ എന്ന് പറഞ്ഞാൽ E0 കാഥോഡ് മൈനസ് E0 ആനോഡ് ആണ്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഫോർ സെൽ എന്ന് പറഞ്ഞാൽ കാഥോഡ് മൈനസ് ആനോഡ് ആണ്. ദെൻ അതുപോലെ തന്നെ ഒരു സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ E0 വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഈ 2 പോയിന്റും അറിഞ്ഞിരിക്കുക. ദെൻ വാല്യൂസ് തന്നിട്ടുണ്ട്. വാല്യൂസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് വേണ്ടത്? നമുക്ക് 0.23 വരെ ആൻസർ കിട്ടി. നമുക്ക് എക്സിൻ്റെ പവറിൽ വേണം. സോ 0.23നെ 10⁻²ൻ്റെ പവറിലാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ കിട്ടും. സോ ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ ഫോർ എ റിലേഷൻ ΔG -NFE സെല്ലാണ്. ΔG എന്ന് പറയുന്നത് -NFE സെല്ലാണ്. E സെൽ ഈക്വൽ ടു E0 സെൽ. അപ്പം ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇന്നലെ ഈ ഇക്വേഷൻസ് ഒക്കെ കണ്ടായിരുന്നു. ΔG ഈക്വൽ ടു -NFE, ΔG ഈക്വൽ ടു RT/ln/C. ഈ 2 ഇക്വേഷൻസ് ഒക്കെ കണ്ടായിരുന്നു. അതിൽ ഈ സെൽ ഈക്വൽ ടു E0 സെല്ലാവുന്ന കണ്ടീഷൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ഈ സെൽ ഈക്വൽ ടു E0 സെല്ലാവുന്ന കണ്ടീഷൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടീഷൻസ് നോക്കാം. കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദി റിയാക്ടിംഗ് സ്പീഷീസ് ഷുഡ് ബി യൂണിറ്റ്. ഏതെങ്കിലും ഒരു റിയാക്ടിംഗ് സ്പീഷീസ്, ഒരു ലെഫ്റ്റിലുള്ളതോ റൈറ്റിലുള്ളതായിട്ടുള്ള റിയാക്ടിംഗ് സ്പീഷീസിൻ്റെ കോൺസെൻട്രേഷൻ യൂണിറ്റി ആവണം. സെക്കൻഡ് വൺ, കോൺസെൻട്രേഷൻ ഓഫ് ഓൾ ദി പ്രോഡക്റ്റ് സ്പീഷീസ് ഷുഡ് ബി യൂണിറ്റ്. പ്രോഡക്റ്റിൻ്റെ ഫസ്റ്റിൽ പറഞ്ഞത് ഏതെങ്കിലും ഒരു റിയാക്ടിംഗ് സ്പീഷീസിൻ്റെ കോൺസെൻട്രേഷൻ യൂണിറ്റി ആവണം. സെക്കൻഡ് വൺ, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ യൂണിറ്റി ആവണം. കോൺസെൻട്രേഷൻ ഓഫ് ഓൾ ദി റിയാക്ടിംഗ് സ്പീഷീസ് ഷുഡ് ബി യൂണിറ്റി. എല്ലാ റിയാക്ടിംഗ് സ്പീഷീസിൻ്റെ കോൺസെൻട്രേഷൻ യൂണിറ്റി ആവണം. കോൺസെൻട്രേഷൻ ഓഫ് ഓൾ റിയാക്ടിംഗ് ആൻഡ് പ്രോഡക്റ്റ് സ്പീഷീസ് ഷുഡ് ബി യൂണിറ്റി. അപ്പോൾ എപ്പോഴാണ് E സെൽ ഈക്വൽ ടു E0 സെൽ ആവുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ.
ഓക്കെ, അപ്പോൾ ഇ സെൽ ഈക്വൽ ടു E0 സെൽ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതി നോക്കി. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിങ്ക് പ്ലസ് കോപ്പർ ഗീവ്സ് Zn2 പ്ലസ് Cu, നമ്മുടെ ഡാനിയൽ സെൽ, നമ്മുടെ ഗാൽവാനിക് സെൽ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ -RT/N Zn2 പ്ലസ് Cu2 പ്ലസ് ഇങ്ങനെ നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇതിൽ ഇ സെൽ ഈക്വൽ ടു E0 സെല്ല് ആവണം എന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കണം? യൂണിറ്റി ആവണം. അത് 1 ആവണം. അത് 1 ആവുന്ന സമയത്താണ് ആവുന്നത്. സോ നമുക്ക് ഏത് പറയാം? കോൺസെൻട്രേഷൻ ഓഫ് ഓൾ റിയാക്ടിങ് ആൻഡ് പ്രൊഡക്റ്റ് സ്പീഷീസ് ഷുഡ് ബി യൂണിറ്റി. ഇതിൻ്റെയും കോൺസെൻട്രേഷൻ യൂണിറ്റി ആവണം. ഇതിൻ്റെ കോൺസെൻട്രേഷൻ യൂണിറ്റി ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ? ഈ ഒരു ടേം മൊത്തത്തിൽ പോയിട്ട് ഇ സെൽ ഈക്വൽ ടു E0 സെൽ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇ സെൽ ഈക്വൽ ടു E0 സെൽ മൈനസ് RT/NF കോൺസെൻട്രേഷൻ ആണ് നമുക്കറിയാം. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനും നമ്മുടെ റിയാക്ടൻറ്റിൻ്റെ കോൺസെൻട്രേഷനും യൂണിറ്റി ആവണം. ഒന്നുകിൽ രണ്ടും 1 ആവണം, അല്ലെങ്കിൽ രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 1 കിട്ടണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? RT/NF ആ ഒരു ടേം ഫുള്ള് പോയിട്ട് ഇ സെൽ ഈക്വൽ ടു E0 സെൽ എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഈസ് റൈറ്റ്. എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ? ഇ സെൽ ഈക്വൽ ടു E0 സെല്ല് കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? പ്രോഡക്റ്റ് കോൺസെൻട്രേഷനും റിയാക്ടൻറ്റിൻ്റെ കോൺസെൻട്രേഷനും യൂണിറ്റി ആവണം. ഇഫ് 0.01 മോളാർ സൊല്യൂഷൻ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 4. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിൽ കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് അതുപോലെ എഴുതി വയ്ക്കും. സോ മൊളാരിറ്റി, ആദ്യം മൊളാരിറ്റി തന്നിട്ടുണ്ട്. മൊളാരിറ്റി ഈക്വൽ ടു 0.01 മോളാർ. ദെൻ റെസിസ്റ്റൻസ് എത്രയാ? 40 ohm. ഹാവിങ് സെൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. സെൽ കോൺസ്റ്റൻറ്റ് നമ്മൾ G സ്റ്റാർ എന്നൊക്കെ പറഞ്ഞായിരുന്നു പഠിച്ചപ്പോൾ. L/A വിച്ച് ഈസ് ഈക്വൽ ടു 0.4 cm ഇൻവേഴ്സ്. ദെൻ മോളാർ കണ്ടക്റ്റൻസ് എന്ത് ചെയ്യുക? മോളാർ കണ്ടക്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുക. മോളാർ കണ്ടക്റ്റൻസ് ആണ്. ഇത്രയും ഡാറ്റാസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് മോളാർ കണ്ടക്റ്റൻസ് λm നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഓക്കെ, സ്പെസിഫിക് കണ്ടക്ടിവിറ്റി കാപ്പ. സ്പെസിഫിക് കണ്ടക്ടിവിറ്റി കാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഇക്വേഷനിൽ നിന്ന് എടുക്കുക? സെൽ കോൺസ്റ്റൻറ്റ് കാപ്പ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് സെൽ കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. സോ സെൽ കോൺസ്റ്റൻറ്റ്, അപ്പം ഇതിൻ്റെ ഇക്വേഷൻസ് നമ്മളിപ്പോൾ G ഈക്വൽ ടു L/A, K ഈക്വൽ ടു സെൽ കോൺസ്റ്റൻറ്റ് ബൈ റെസിസ്റ്റൻസ്. അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം പോയിന്റ് ബൈ പോയിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിച്ചിട്ട് അതിൽ നിന്നും ഡിറൈവ് ചെയ്ത് അടുത്ത ഇപ്പോൾ സെൽ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ, സ്പെസിഫിക് കണ്ടക്ടിവിറ്റിനും റെസിസ്റ്റൻസ്, അപ്പോൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ട് ബാക്കി നിങ്ങൾ അപ്പോൾ എല്ലാം കൂടി ഇരുന്ന് പഠിക്കേണ്ട, ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാം? എഴുതാൻ അറിഞ്ഞിരുന്നാൽ മതിയാവും. ഓക്കെ, സോ സ്പെസിഫിക് കണ്ടക്ടിവിറ്റി കാപ്പ ഈക്വൽ ടു സെൽ കോൺസ്റ്റൻറ്റ് ബൈ റെസിസ്റ്റൻസ്. 0.4 ഡിവൈഡഡ് ബൈ 40 അല്ലേ? 0.4 വന്നിട്ടുണ്ട്. സെൽ കോൺസ്റ്റൻറ്റ് ഡിവൈഡ് ബൈ 40. സോ ദെൻ വി വിൽ ഗെറ്റ് 0.01. സ്പെസിഫിക് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്താ? ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സിന് ഇങ്ങനെ എഴുതാം കേട്ടോ. ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. നമുക്ക് വേണ്ടത് സ്പെസിഫിക് കണ്ടക്ടിവിറ്റി കാപ്പയാണോ? അല്ല, നമുക്ക് മോളാർ കണ്ടക്ടിവിറ്റി λm ആണ് വേണ്ടത്. λmൻ്റെ ഇക്വേഷൻ എന്താ? 1000 കാപ്പ ബൈ m അല്ലേ? മോളാർ കണ്ടക്ടിവിറ്റി λm ഈക്വൽ ടു 1000 കാപ്പ ബൈ m. 1000 ഇൻറ്റു കാപ്പ എത്രയാണ് വന്നിട്ടുള്ളത്? 0.01. യെസ്, ഹിയർ ഇറ്റ് ഈസ് 0.01. ദെൻ ബൈ m, molarity എത്രയാ? 0.01. So we will get 10⁻³ ohm inverse centimeter square mole inverse. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മളിപ്പോൾ ഈ കണ്ടക്റ്റൻസ്, മോളാർ കണ്ടക്റ്റൻസ് ഒക്കെ പഠിക്കുമ്പോൾ യൂണിറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസാണ്. അപ്പോൾ നമ്മൾ യൂണിറ്റുകൾ നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത് പോവുക, ഓരോന്നിൻ്റെ യൂണിറ്റ് എന്താണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ λmൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. അതാണ് λmൻ്റെ
യൂണിറ്റ്. നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ച് നമുക്ക് ഇക്വേഷനിൽ കാപ്പ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ 1000 കാപ്പ ബൈ എം നമുക്ക് ചെയ്താൽ മതിയായിരുന്നു. കാപ്പ സ്പെസിഫിക് കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സെൽ കോൺസ്റ്റന്റ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ചെയ്തു. ദെൻ അതിൽ നിന്ന് കെ കിട്ടി. ദെൻ കെ നമ്മൾ എന്ത് ചെയ്തു, ലാംഡ എം ഈക്വൽ ടു 1000 കാപ്പ ബൈ എം എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് കെയുടെ വാല്യൂ പുട്ട് ചെയ്തു. സോ വി ഗോട്ട് ദ ആൻസർ ലൈക്ക് 10⁻³ ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് കിട്ടി. ഓക്കെ അല്ലേ? സോ 10⁻³ ഓപ്ഷൻ, വിച്ച് ഓപ്ഷൻ? 10⁻³ ഓപ്ഷൻ ഡി. Option D is right here. Then specific conductance of a 0.1 normal KCl solution at 23 degrees Celsius is 0.012 ohm inverse centimeter inverse. Okay, അപ്പോൾ specific conductance of the solution kappa specific conductance എത്രയാ? 0.012 ohm inverse centimeter inverse തന്നിട്ടുണ്ട്. Then വേറെ എന്താ തന്നിട്ടുള്ളത്? നോർമാലിറ്റി തന്നിട്ടുണ്ട് അല്ലേ? നോർമാലിറ്റിയും തന്നിട്ടുണ്ട്. നോർമാലിറ്റി വാല്യൂയും തന്നിട്ടുണ്ട്. എത്രയാ നോർമാലിറ്റി വാല്യൂ? 0.1 നോർമലാണ് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് ഓഫ് ദി സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ളത് എന്താ? സൊല്യൂഷൻ്റെ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ആർ വാല്യൂയും തന്നിട്ടുണ്ട്. എത്രയാ? 55 ഓം. എന്താ കണ്ടുപിടിക്കേണ്ടത് സെൽ കോൺസ്റ്റന്റ് വാല്യൂ കണ്ടുപിടിക്കാം. സോ സെൽ കോൺസ്റ്റന്റ് ഈക്വൽ ടു നേരത്തെ നമ്മൾ ചെയ്ത ഇക്വേഷൻ ഉണ്ടായിരുന്നു, ഏതായിരുന്നു? സെൽ കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് അല്ലേ? സെൽ കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പെസിഫിക് കണ്ടക്ടിവിറ്റി ആയിരുന്നു. അപ്പോൾ ഇവിടെ സെൽ കോൺസ്റ്റന്റ് എങ്ങനെ കണ്ടുപിടിക്കും? സ്പെസിഫിക് കണ്ടക്ടിവിറ്റി കാപ്പ ഇൻറ്റു ആർ. ഈസി ആയിട്ട് ചെയ്തൂടെ? കാപ്പ വാല്യൂ തന്നിട്ടുണ്ട് 0.012. ദെൻ ആർ എത്രയാ? 55 ഓം. ദെൻ വി വിൽ ഗെറ്റ് 0.66. സെൽ കോൺസ്റ്റന്റിൻ്റെ യൂണിറ്റ് എന്താ? സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. 0.66 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് കിട്ടിയില്ലേ? 0.66 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്ത ആ ഇക്വേഷൻ സ്പെസിഫിക് കണ്ടക്ടിവിറ്റി കാപ്പ ഈക്വൽ ടു സെൽ കോൺസ്റ്റന്റ് ബൈ റെസിസ്റ്റൻസ്. സോ അതിൽ നിന്ന് ഇവിടെ സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി കാപ്പ ഇൻറ്റു ആർ ചെയ്തു. സോ നമുക്ക് ആൻസർ കിട്ടി. ഈസി അല്ലേ? ഓക്കെ. Then again, conductivity of a weak acid HA of concentration 0.001 moles per liter. അത് എന്തിൻ്റെ ടേംസിലാണ്? മോൾസ് പെർ ലിറ്റർ എന്ന് പറയുമ്പോൾ മൊളാരിറ്റി ആണ് അവിടെ തന്നിട്ടുള്ളത്. മോൾസ് പെർ ലിറ്റർ ആകുമ്പോൾ മൊളാരിറ്റി ആണ് തന്നിട്ടുള്ളത് 0.001 മോൾസ് പെർ ലിറ്റർ. ദെൻ കണ്ടക്ടിവിറ്റി എന്താ തന്നിട്ടുള്ളത്? കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. വീക്ക് ആസിഡ് പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ഉള്ള വീക്ക് ആസിഡിൻ്റെ കണ്ടക്ടിവിറ്റി എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 2 × 10⁻⁵ സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. സോ കാപ്പ ഈക്വൽ ടു 2 × 10⁻⁵ സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ദെൻ ലാംഡ 0m വാല്യൂ തന്നിട്ടുണ്ട് 190 സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്? അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് കെ എ. അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് കെ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ ലാംഡ എം ഈക്വൽ ടു 1000 കാപ്പ ബൈ എം ആണെന്നറിയാം അല്ലേ? 1000 കാപ്പ ബൈ എം. 1000 കെ വാല്യൂ എത്രയാ? 2 × 10⁻⁵. ദെൻ മൊളാരിറ്റി 0.001. സോ നമുക്ക് എന്ത് കിട്ടും? 20 സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും കിട്ടും. ലാംഡ എമ്മിൻ്റെ വാല്യൂ കിട്ടിയത് മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് വേണ്ടത് ലാംഡ എമ്മിൻ്റെ വാല്യൂ അല്ല, നമുക്ക് വേണ്ടത് കെ എ അയണൈസേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ നമ്മുടെ വീക്ക് ആസിഡ് ഇങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുന്നത് HA പാർഷ്യൽ മാത്രമേ ഡിസോസിയേറ്റ് ചെയ്തിട്ടുള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യത്തില്ല. HA H++A-. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആൽഫ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടേം പഠിക്കുന്നുണ്ട്, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, എത്രത്തോളം ഡിസോസിയേറ്റ് ചെയ്തു എന്നുള്ളത്. ഇതിപ്പോൾ വീക്ക് ആസിഡാണ് നമുക്കറിയാം. അപ്പോൾ 0.001 ആണല്ലോ അതിൻ്റെ മൊളാരിറ്റി എന്ന്. അപ്പോൾ 0.001 ആൽഫ, ഇതും 0.001 ആൽഫ തന്നെയാണ്. ഇത് 0.001 × 1 - ആൽഫ. ഓക്കെ, അപ്പോൾ നമുക്ക് കെ എ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ആൽഫയുടെ വാല്യൂ കിട്ടുന്ന ഇക്വേഷൻ ഉണ്ട്. ആൽഫയുടെ വാല്യൂ കിട്ടാൻ വേണ്ടി ലാംഡ എം ഡിവൈഡഡ് ബൈ ലാംഡ 0m നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, ലാംഡ എം ഡിവൈഡഡ് ബൈ ലാംഡ 0m ചെയ്താൽ മതി. ലാംഡ 0mൻ്റെ വാല്യൂ ഇവിടെ ഉണ്ട്, ലാംഡ എമ്മിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചും വെച്ചിട്ടുണ്ട്.
ഓക്കെ, ലാംഡ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് ആൽഫയുടെ വാല്യൂ അടുത്ത് കണ്ടുപിടിക്കാം. അപ്പോൾ കെ എയുടെ ഇക്വേഷൻ എന്താ? കെ എയുടെ ഇക്വേഷൻ 0.001 ഇൻറ്റു ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ. ഇനി ആൽഫ എത്രയാ? ആൽഫ ലാംഡ എം 20 ഡിവൈഡഡ് ബൈ ലാംഡ 0 എം വാല്യൂ എത്രയായിരുന്നു? 190. ദാറ്റ് ഈസ് 2/19 എന്ന് കിട്ടുന്നു. സോ 2/19. അപ്പോൾ 0.001 ഇൻറ്റു 2/19 സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് 2/19. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത്രയും നമ്മൾ കാൽക്കുലേറ്ററിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ 12.3 ഇൻറ്റു 10⁻⁻6. നമുക്ക് ആൻസർ 10⁻⁻6ൻ്റെ ടേംസിൽ വേണം. സോ 12.3 ഇൻറ്റു 10⁻�6 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഒന്നും കൂടെ പറഞ്ഞേ. നമുക്ക് വീക്ക് ആസിഡിൻ്റെ കണ്ടക്ടിവിറ്റി ആണ് നമുക്ക് തന്നിട്ടുള്ളത്. വീക്ക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 0.001. അതുപോലെ ലാംഡ 0 എം വാല്യൂ കണ്ടക്ടിവിറ്റി വാല്യൂ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാനുള്ളത് കെ ആണ്. കെ എ ആണ് അയണൈസേഷൻ കോൺസ്റ്റൻറ്റ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കണം. അതിന് മുമ്പ് ലാംഡ എം കണ്ടുപിടിക്കണം. സോ ലാംഡ എം കണ്ടുപിടിക്കാൻ വേണ്ടി 1000 kappa/m വെച്ച് ആദ്യമേ നമ്മൾ ലാംഡ എം കണ്ടുപിടിച്ചു. ലാംഡ എം കണ്ടുപിടിച്ചതിന് ശേഷം നെക്സ്റ്റ് ആൽഫയുടെ വാല്യൂ ലാംഡ എമ്മും ലാംഡ 0 എമ്മും കൂടി ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കിട്ടി. ദാറ്റ് ഈസ് 2/90. ദെൻ ഇക്വേഷൻ എഴുതി H++A- എന്ന് കിട്ടി. ദെൻ അതിൽ നിന്ന് കെ എ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് നമ്മൾ ഇക്വേഷൻ 0.001 ഇൻറ്റു ആൽഫ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ. അത് ആ ഇക്വേഷനിൽ നിന്നും നമ്മൾ എടുക്കുന്നതാണ്. അതിൽ നമ്മൾ ആൽഫയുടെ വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കെ എ വാല്യൂ കിട്ടി. അതായത് നമുക്ക് എന്ത് കിട്ടി? അയണൈസേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കിട്ടി. സോ 12 ഇൻറ്റു 10⁻⁻6 വരും. സോ ഓപ്ഷൻ സി ഈസ് റൈറ്റ് ഹിയർ. ഓക്കെ, യൂണിറ്റ് ഓഫ് സ്പെസിഫിക് കണ്ടക്ടിവിറ്റി. സോ നമ്മുടെ സ്പെസിഫിക് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? എന്താ സ്പെസിഫിക് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്? സ്പെസിഫിക് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് നമ്മൾ പഠിച്ചതാണ് അല്ലേ? സ്പെസിഫിക് കണ്ടക്ടിവിറ്റി കാപ്പ. സ്പെസിഫിക് കണ്ടക്ടിവിറ്റി കാപ്പ. യൂണിറ്റ് എന്താ? ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയേഴ്സ് ആർ ഇൻകറക്റ്റ്ലി മാച്ച്ഡ്? സോ യൂണിറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ യൂണിറ്റ്സ് വെച്ചിട്ട് ഇൻകറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ടുള്ള പെയർ ഏതാണ്? അപ്പോൾ ഇൻകറക്റ്റ് മാച്ച് ചെയ്തിട്ടുള്ള അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ളത് ആദ്യം അറിഞ്ഞിരിക്കണം അല്ലേ? സോ റെസിസ്റ്റൻസ് ഓം കറക്റ്റ് അല്ലേ? അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നതാണ്. റെസിസ്റ്റൻസ് ഓം ആണ്. ദെൻ റെസിസ്റ്റിവിറ്റി ഓം മീറ്റർ, അതും കറക്റ്റ് അല്ലേ? റെസിസ്റ്റിവിറ്റി റോ ഓം മീറ്റർ. ദെൻ നെക്സ്റ്റ് വൺ ജി കണ്ടക്റ്റൻസ്. കണ്ടക്റ്റൻസ് സീമൻ ഓർ ഓം എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ കണ്ടക്ടിവിറ്റി സീമൻ മീറ്റർ ഇൻവേഴ്സ്. അപ്പോൾ ഇതിൽ റോങ് ആയിട്ട് പെയർ ചെയ്തിട്ടുള്ള യൂണിറ്റ്സ് ഏതാണ്? സോ നമ്മുടെ ജിയുടേത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സീമൻ അല്ലെങ്കിൽ ഓം ആണോ? അല്ല, സീമൻ അല്ലെങ്കിൽ ഓം ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി 3 ഒള്ളിയാണ് എന്തെന്ന് പറയുന്നത്? റോങ് ആയിട്ട് പെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതൊക്കെ നമുക്ക് ജസ്റ്റ് ആ യൂണിറ്റ്സ് പഠിക്കുമ്പോൾ തന്നെ കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഈ നമ്മൾ പഠിച്ച ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ എല്ലാം SI യൂണിറ്റ് ഇതേപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് എഴുതി പഠിക്കുക. ഓക്കെ, ദെൻ ഇവിടെയും ദ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് റെസ്പെക്റ്റീവ് SI യൂണിറ്റ്സ് ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദ റോങ്ലി മാച്ച്ഡ് പെയർ. റോങ്ലി മാച്ച്ഡ് പെയർ ഏതാണ്? സ്പെസിഫിക് കണ്ടക്റ്റൻസ് സീമൻ മീറ്റർ ഇൻവേഴ്സ്. ദെൻ കണ്ടക്റ്റൻസ് Siemens, then equivalent conductance Siemens meter square gram equivalent inverse, then cell constant. Cell constant which is equal to L/A ആണ് അല്ലേ? L/A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ സ്ക്വയർ. മീറ്റർ സ്ക്വയർ ചെയ്യുമ്പോൾ മീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടും. മീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, സോ മീറ്റർ ഇൻവേഴ്സ് ആയിരുന്നു ഇവിടെ വരേണ്ടത്. സോ ദിസ് ഈസ് ദി റോങ്ലി മാച്ച്ഡ് പെയർ. ദറ്റ് ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, നെക്സ്റ്റ് വൺ ദി റെസിസ്റ്റൻസ് ഓഫ് 0.01 നോർമൽ സൊല്യൂഷൻ. എന്താ 0.01 നോർമൽ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ എന്ത് തന്നേക്കാണ്? നോർമാലിറ്റിയുടെ വാല്യൂ. നമുക്ക്
പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ടോ ഇല്ലയോ നോക്കണ്ട, എന്ത് തന്നിട്ടുണ്ടോ ആ ഡാറ്റാസ് എഴുതി വെക്കാം, എന്തെങ്കിലും ആവശ്യം വരാണ്ടിരിക്കില്ല അല്ലേ. സോ നോർമാലിറ്റി ഈക്വൽ ടു 0.01 നോർമൽ ഓഫ് an electro found to be 220 ohm, resistance equal to 220 with a cell constant of 0.88 centimeter inverse. So L by A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.88 centimeter inverse ആണ്. So the value of equivalent conductance of solution, equivalent conductance lambda EQ കണ്ടുപിടിക്കുക. So lambda EQ എങ്ങനെ കണ്ടുപിടിക്കുക? lambda EQ equal to lambda m ആണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? lambda m equal to 1000 kappa by m ആണ്. So ഇവിടെ lambda EQ equal to 1000 kappa by n, 1000 kappa by n ചെയ്യാം. അപ്പോൾ നമുക്ക് കാപ്പ വാല്യൂ വേണം. 1/r, ആറിൻ്റെ ഒക്കെ ടേംസിലാണ് കിടക്കുന്നത്. 1/r ഇൻറ്റു L by A ഇൻറ്റു 1000/n. ഇനി ആ വാല്യൂസ് ഇട്ട് കൊടുത്താൽ പോരെ. ആർ എത്രയാ? 220. 1/220. L by A വാല്യൂ എത്രയാ? 0.88 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 0.01. ഈ വാല്യൂസ് എല്ലാം നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 400 കിട്ടും. ലാംഡ ഇ ക്യൂൻ്റെ യൂണിറ്റ് എന്താ? മോ സെൻറ്റിമീറ്റർ സ്ക്വയർ. അതിൻ്റെ ടേംസിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഗ്രാം ഇക്വലൻറ്റ് ഇൻവേഴ്സ്. ഓം ഇൻവേഴ്സിൻ്റെ ടേംസിൽ നമുക്ക് എഴുതാം, പക്ഷേ ഇവിടെ മോയിൻ്റെ ടേംസിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് മോയിൻ്റെ ടേംസിലുള്ള ആൻസർ എഴുതാം. സോ 400 മോ സെൻറ്റിമീറ്റർ സ്ക്വയർ ഗ്രാം ഇക്വലൻറ്റ് ഇൻവേഴ്സ് എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ ലാംഡ ഇ ക്യു ഈക്വൽ ടു 1000 കാപ്പ ബൈ എൻ. നമുക്കിവിടെ വേണ്ടത് നോർമാലിറ്റി ഫാക്ടറാണ്. നോർമലി നമുക്ക് എന്താ 1000 മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് മൊളാരിറ്റിയും ഇക്വലൻറ്റ് കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നോർമാലിറ്റിയാണ് വേണ്ടത്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് എക്സ്പ്രഷൻ കറക്റ്റ്ലി റെപ്രസെൻറ്റ് മോളാർ കണ്ടക്ടിവിറ്റി? താഴെ കൊടുത്തിരിക്കുന്നതിൽ മോളാർ കണ്ടക്ടിവിറ്റി കറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ഏതിലാണ് മോളാർ കണ്ടക്ടിവിറ്റി കറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്? സോ നമ്മുടെ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ലാംഡ എം നമുക്കറിയാം. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കണ്ടക്റ്റൻസ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എ ബൈ എൽ ആണ് അല്ലേ. ഏരിയ സെൽ കോൺസ്റ്റൻറ്റ് കണ്ടക്ടിവിറ്റി ഇൻറ്റു ഏരിയ ഡിവൈഡഡ് ബൈ എൽ ആണ്. സോ മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു മോൾ എടുക്കുന്ന സമയത്താണ് നമുക്ക് ലാംഡ എം വേണ്ടി വരുന്നത്. മോളാർ കണ്ടക്ടിവിറ്റി കണ്ടക്റ്റൻസ് കെ എ ബൈ എൽ ആണ്. സോ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്റ്റൻസ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ്. കണ്ടക്റ്റൻസ് തന്നെയാണ് കണ്ടക്റ്റൻസ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ് ആണ്. സോ അതിന് നമ്മൾ ലാംഡ എം എന്ന് എഴുതുന്നു. ലാംഡ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്റ്റൻസ് തന്നെയല്ലേ, ഒരു മോളിൻ്റെ എടുക്കുന്നതേ ഉള്ളൂ, കെ എ ബൈ എൽ തന്നെയാണ്. അതായത് ലാംഡ എം ഈക്വൽ ടു കെ എ ബൈ എൽ എന്ന് പറയുന്നത് ലാംഡയുടെ ഇക്വേഷനാണ്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതിൽ വരുമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ എൽ ഈക്വൽ ടു 1 ആണെന്ന് വിചാരിക്കുക. എ ഓളിയം കോൺസെൻട്രേഷൻ, ഇപ്പം നമ്മുടെ ഇലക്ട്രോലൈറ്റിൻ്റെ ഓളിയമാണ് അവിടെ എടുക്കുന്നത്, എക്ക് പകരമാണെന്നുണ്ടെങ്കിൽ ലാംഡ എം ഈക്വൽ ടു കെ വി എന്ന് കിട്ടത്തില്ലേ? ലാംഡ എം ഈക്വൽ ടു കെ എ ബൈ എൽ കിട്ടി, ലാംഡ എം ഈക്വൽ ടു കെ വി. സെക്കൻഡ് ഇക്വേഷനും വന്നിട്ടുണ്ട്. സെക്കൻഡ് ഇക്വേഷനോട് വന്ന സ്ഥിതിക്ക് തേർഡ് ഇക്വേഷനും കൂടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, കാരണം ഓപ്ഷൻ ഡിയിൽ ഓൾ ഓഫ് ദീസ് ആണ്. ഓക്കെ, ഇഫ് കോൺസെൻട്രേഷൻ ഈസ് സി ആണെന്ന് വിചാരിക്കുക. കോൺസെൻട്രേഷൻ സി ആണെന്നുണ്ടെങ്കിൽ, ഇഫ് കോൺസെൻട്രേഷൻ ഈസ് സി മോൾസ് പെർ ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ ലാംഡ എം ഈക്വൽ ടു എന്തെന്ന് കിട്ടും? ലാംഡ എം ഈക്വൽ ടു കെ ബൈ സി എന്ന് കിട്ടത്തില്ലേ? അപ്പം എ ബൈ എല്ലിന് പകരം ലാംഡ എം ഈക്വൽ ടു കെ ബൈ സി. കോൺസെൻട്രേഷൻ സി എന്താണ് ഈ സി മോൾസ് പെർ ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ ലാംഡ എം ഈക്വൽ ടു കെ ബൈ സി. സോ വിച്ച് ഈസ് റൈറ്റ് വൺ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ? ഓൾ ഓഫ് ദിസ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കാരണം നമ്മുടെ മോളാർ കണ്ടക്ടിവിറ്റിക്ക് കെ ബൈ സിയും മോളാർ കണ്ടക്ടിവിറ്റി കെ എ ബൈ എല്ലും കെ വി, ഈ 3 ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമുക്ക് മോളാർ കണ്ടക്ടിവിറ്റിയുടെ 3 ഇക്വേഷൻസും കൂടെ കിട്ടിയത്. അപ്പോൾ നമ്മൾ എഴുതി വെച്ചേക്കുന്ന ഇക്വേഷൻസിൻ്റെ കൂട്ടത്തിൽ ഈ ഇക്വേഷൻ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഹെൽപ്പ് ആവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇലക്ട്രോലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. KCl, KNO3, HCl, സോഡിയം അസറ്റേറ്റ് ആൻഡ് NaCl. അവരുടെ
മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ, ലാംഡ ഇൻഫിനിറ്റി, മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ വാല്യൂ കൊടുത്തിട്ടുണ്ട്. യെസ്, നമ്മൾ കൊൾറാഷ്യസ്ലയുടെ ആപ്ലിക്കേഷൻസ് ആണ് ഇപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, കൊൾറാഷ്യസിലെടുത്ത് വായിക്കുക. ഓക്കെ, സോ ഇവിടെ ചോദിച്ചിട്ട് കാൽക്കുലേറ്റ് ലാംഡ ഇൻഫിനിറ്റി ഓഫ് HOAC. HOAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഡിയം അസറ്റേറ്റിൽ നിന്ന് യൂസിങ് അപ്രോപ്രിയ. അപ്പോൾ ഇത്രയും വാല്യൂസ് തന്നിട്ടുണ്ട്. HCl തന്നിട്ടുണ്ട്, NaCl തന്നിട്ടുണ്ട്, സോഡിയം അസറ്റേറ്റ് തന്നിട്ടുണ്ട്. അപ്പം ഈ 5 ഇലക്ട്രോലൈറ്റ്സിൽ നിന്നും നമ്മൾ ACOH അസറ്റിക് ആസിഡ് അതിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? NaOAC, NaCl, HCl ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ അസറ്റിക് ആസിഡിൻ്റെ മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ കണ്ടുപിടിക്കുക. വേറെ ഒന്നും തന്നിട്ടില്ല. കൊൾറാഷ്യസിലാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ? കാരണം കുറേ ഇലക്ട്രോലൈറ്റ് ഒക്കെ തന്നിട്ട് മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊൾറാഷ്യസിലാണ്. ആ കൊൾറാഷ്യസ് ലോ എന്ന് പറഞ്ഞാൽ എന്താ? അക്കോർഡിംഗ് ടു കൊൾറാഷ്യസ് ലാ എന്താ പറയുന്നത്? ദി മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ. ഇൻഫിനിറ്റ് ഡയലൂഷനുള്ള ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് സം ഓഫ് കോൺട്രിബ്യൂഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇറ്റ്സ് അയോൺസ്. അതിലുള്ള അയോൺസ് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അതിലുള്ള എല്ലാ അയോൺസിൻ്റെയും കോൺട്രിബ്യൂഷൻ്റെ സമ്മാണ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ. സോ മോളാർ conductivity of an electrolyte at infinite dilution at infinite dilution എന്ന് പറഞ്ഞാൽ എത്രയാ? സം ഓഫ് കോൺട്രിബ്യൂഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇറ്റ്സ് അയോൺസ്. അതിൻ്റെ അയോൺസിൻ്റെ കോൺട്രിബ്യൂഷൻ, മോളാർ കണ്ടക്ടിവിറ്റി കോൺട്രിബ്യൂഷൻ്റെ സം എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ തിയറി ഒക്കെ പറഞ്ഞു. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ലാംഡ ഇൻഫിനിറ്റി ACOH അസറ്റിക് ആസിഡ് എങ്ങനെ കണ്ടുപിടിക്കും? ലാംഡ ഇൻഫിനിറ്റി HCl അവിടെ ഉണ്ട്, പ്ലസ് ലാംഡ ഇൻഫിനിറ്റി ACOH ഉണ്ട്, ACONA ഉണ്ട്. ACOH നമുക്ക് വേണ്ടത്, ACONA ഉണ്ട്. അപ്പം ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. ദെൻ അതിൽ നിന്ന് അപ്പോൾ ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് NaCl ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതിനെ നമുക്ക് ഒഴിവാക്കണ്ടേ? ലാംഡ ഇൻഫിനിറ്റി NaCl ചെയ്യാം. ഇനി ആ വാല്യൂസ് അതിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ പോരെ? ലാംഡ ഇൻഫിനിറ്റി HCl 426.2 പ്ലസ് ലാംഡ ഇൻഫിനിറ്റി ACONA എത്രയാ? പ്ലസ് 91, ദെൻ മൈനസ് ലാംഡ ഇൻഫിനിറ്റി NaCl 126.5. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 390.7 എന്ന് കിട്ടത്തില്ലേ? 390.7 എന്ന് കിട്ടത്തില്ലേ? സോ ഇതാണ് കൊൾറാഷ്യസ് ലാ അനുസരിച്ചിട്ട് കൊൾറാഷ്യസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷൻ പറയുന്നത് ഇത്രയാണ്. അപ്പോൾ ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഉള്ള അയോൺസ്, അതിൽ ഏതൊക്കെ അയോൺസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ ആ അയോൺസിൻ്റെ, ആ ഇൻഡിവിജ്വൽ ആ അയോൺസിൻ്റെ മോളാർ കണ്ടക്റ്റൻസ് നമ്മൾ സം ചെയ്ത് കഴിഞ്ഞാൽ, അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള അയോൺസിൻ്റെ മോളാർ കണ്ടക്റ്റൻസ് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് പർട്ടിക്കുലർ ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ കൊൾറാഷ്യസ് ലോ വെച്ചിട്ടുള്ള പാറ്റേൺസിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം. Which of the following expressions correctly represent the equivalent conductance at infinite dilution of aluminum sulfate Al2SO4 thrice? എന്ത് തന്നിട്ടുള്ളത്? ലാംഡ 0 Al3+ തന്നിട്ടുണ്ട്, ലാംഡ 0 Al3+ ഉണ്ട്, ലാംഡ 0 SO4 2- ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ Al2SO4 thriceൻ്റെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓക്കെ, അപ്പോൾ ഇക്വലൻ്റ് കണ്ടക്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ടും ഇക്വലൻ്റ് കണ്ടക്റ്റൻസ് വാല്യൂസ് എന്ത് ചെയ്താൽ മതി? സം ചെയ്താൽ മതി. സോ നമുക്ക് വേണ്ടത് ലാംഡ 0 Al2SO4 thrice. എന്ത് ചെയ്യുക? ലാംഡ 0 Al3++ ലാംഡ 0 SO4 2- ചെയ്താൽ പോരെ? സോ ലാംഡ 0, അപ്പം ഓപ്ഷൻ നോക്കിയേ, ഓപ്ഷൻ വിച്ച് ഓപ്ഷൻ? ലാംഡ 0 Al3++ ലാംഡ 0 SO4 2-, ഓപ്ഷൻ സി. എത്രയേ ഉള്ളൂ. അപ്പം ഇതിലുള്ള അയോൺസ് Al3+ഉം SO4
2 മൈനസ് ആണ്, Al3 പ്ലസ് SO4 2 മൈനസ് ആണുള്ളത്. സോ അവരുടെ മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇക്വലൻറ്റ് കണ്ടക്റ്റൻസ്, അവരുടെ ഇക്വലൻറ്റ് കണ്ടക്റ്റൻസ് വാല്യൂസ് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇക്വലൻറ്റ് കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ കിട്ടും. അപ്പോൾ അതിലടങ്ങിയിട്ടുള്ള ഒരു ഇലക്ട്രോലൈറ്റിൽ ഉള്ള എന്താണ് റെസ്പെക്റ്റീവ് അയോൺസിൻ്റെ കണ്ടക്റ്റൻസ് വാല്യൂസ്, മോളാർ ആണെങ്കിൽ മോളാർ, ഇക്വലൻ്റ് ആണെങ്കിൽ ഇക്വലൻറ്റ് കണ്ടക്റ്റൻസ് വാല്യൂസ് ജസ്റ്റ് എടുത്ത് എന്ത് ചെയ്യുക? സമ്മപ്പ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ എന്ത് കിട്ടും? ഇക്വലൻറ്റ് കണ്ടക്റ്റൻസ് വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ Al3 പ്ലസിൻ്റെയും SO4 2 മൈനസിൻ്റെയും ഇക്വലൻറ്റ് കണ്ടക്റ്റൻസ് വാല്യൂസ് സം ചെയ്താൽ മതി. ഓക്കെ. At 25 degrees Celsius, the molar conductance at infinite dilution for the strong electrolyte NaOH, NaCl and BaCl2 ഓരോരുത്തരുടെയും ഇൻഫിനിറ്റ് ഡൈലൂഷൻ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. മോളാർ കണ്ടക്റ്റൻസ് ലാംഡ 0 NaOH which is 248 into 10 raised to minus 4, then lambda 0 NaCl 126 into 10 raised to minus 4, then lambda 0 of BaCl2 280 into 10 raised to എന്താണ് യൂണിറ്റ് ഉണ്ട്, സീമൻ മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് ഉണ്ട്, 280 into 10 raised to minus 4 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ ഫോർ BaOH, ബേരിയം ഹൈഡ്രോക്സൈഡിൻ്റെയാണ് വേണ്ടത്. ലാംഡ BaOH ട്വൈസ് ആണ് വേണ്ടത്. അപ്പം നിങ്ങൾ ചിന്തിച്ചു ബേരിയം ഹൈഡ്രോക്സൈഡ് കിട്ടാൻ വേണ്ടി നമുക്ക് ആരെയൊക്കെ സം ചെയ്യണം? ബേരിയം ഹൈഡ്രോക്സൈഡ് കിട്ടാൻ വേണ്ടിയിട്ട് ബേരിയം ക്ലോറൈഡിനെയും സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയും അയോൺസിനെ സം ചെയ്യുക, എന്നിട്ട് സോഡിയം ക്ലോറൈഡിനെ അതിൽ നിന്നും കുറയ്ക്കാം. അപ്പോൾ ലാംഡ 0 BaCl2 പ്ലസ് ലാംഡ 0 NaOH മൈനസ് ലാംഡ 0. അപ്പം ലാംഡ 0 M ബേരിയം ഹൈഡ്രോക്സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബേരിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ബേരിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും ആഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ബേരിയം ഹൈഡ്രോക്സൈഡും ഫോം ചെയ്യും, അതിൻ്റെ കൂടെ സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ സോഡിയം ക്ലോറൈഡിനെ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യണം. സോ സോഡിയം ക്ലോറൈഡിനെ എലിമിനേറ്റ് ചെയ്യുക. സോ ലാംഡ 0 NaCl. അപ്പോൾ ലാംഡ 0 മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ ഫോർ ബേരിയം ക്ലോറൈഡ് എത്രയാണ് തന്നിട്ടുള്ളത്? ബേരിയം ക്ലോറൈഡ് 280 into 10 raised to minus 4 plus molar conductance at infinite dilution of sodium hydroxide. Sodium hydroxide വാല്യൂ എത്രയാണ്? 248 into 10 raised to minus 4. അപ്പോൾ 2 മോളിക്യൂൾ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്ഷൻ ബാലൻസ് ചെയ്യുമ്പോൾ വരുന്നുണ്ട്. സോ 2 into 248 into 10 raised to minus 4. സോ ഇത് രണ്ടും കൂടെ സം ചെയ്യുക. സം ചെയ്തിട്ട് അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനുള്ളത് സോഡിയം ക്ലോറൈഡ് ആണ്. അപ്പം സോഡിയം ക്ലോറൈഡിൻ്റെ മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ വാല്യൂ എടുക്കുക. 126 into 10 raised to minus 4. സോഡിയം ക്ലോറൈഡും അവിടെ 2 മോൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്യുമ്പോൾ ലാംഡ 0M, അതായത് മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ ഫോർ ബേരിയം ഹൈഡ്രോക്സൈഡ്. സോ ഈ 2 അയോൺസ് ആഡും ഈ 2 അയോൺസ് ഇതും സബ്ട്രാക്റ്റ് കൂടെ ചെയ്യുമ്പോൾ വാല്യൂ 524 into 10 raised to minus 4 എന്ന് കിട്ടും. അത് ഏതാ യൂണിറ്റ്? സീമൻ മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. ഓക്കെ, സോ ഓപ്ഷൻ ബി ഈസ് റൈറ്റ്. ഓക്കെ, അപ്പോൾ മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ കൊൾറാഷസ് ലോ അനുസരിച്ചിട്ട് ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൽ ആഡായിട്ടുള്ള ഇൻഡിവിജ്വൽ അയോൺസിൻ്റെ കണ്ടക്റ്റൻസ് വാല്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഏതെങ്കിലും എലിമിനേറ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോളാർ കണ്ടക്റ്റൻസ് ഓഫ് ദ പർട്ടിക്കുലർ ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ കിട്ടും. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോളാർ അയോണിക് കണ്ടക്ടിവിറ്റീസ് ഓഫ് 2 ബൈവാലൻ്റ് ഇലക്ട്രോലൈറ്റ്. ബൈവാലൻ്റ് ആണ് ഇലക്ട്രോലൈറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിലുള്ള ഓരോരോ പോയിൻറ്റ്സ് എഴുതി വെക്കുക. സോ X2 പ്ലസ് ദെൻ Y2 മൈനസ്, അങ്ങനെ 2 ബൈവാലൻ്റ് അയോൺസ് അതാണ്. അപ്പോൾ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ പറ്റും. അതിൻ്റെ മോളാർ അയോണിക് കണ്ടക്ടിവിറ്റീസ് വാല്യൂസ് തന്നിട്ടുണ്ട്. X2 പ്ലസിൻ്റെത് 57ഉം Y2 മൈനസിൻ്റെത് 73 ആണെന്ന് തന്നിട്ടുണ്ട്. മോളാർ കണ്ടക്റ്റൻസ് വാല്യൂയും തന്നിട്ടുണ്ട്. സോ ദ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ദി സൊല്യൂഷൻ ഫോംഡ് ബൈ ദം വിൽ ബി. അപ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി എത്രയായിരിക്കും? അതിലുള്ള ഇൻഡിവിജ്വൽ അയോൺസിൻ്റെ കണ്ടക്റ്റൻസ് വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ കൊൾറാഷസ് അനുസരിച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പാടുണ്ടോ? ജസ്റ്റ് സം ചെയ്താൽ പോരെ. XY gives X2 plus
y2 മൈനസ് എന്ന് കിട്ടുന്നു. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അവരുടെ മോളാർ കണ്ടക്റ്റൻസ് വാല്യൂസും തന്നിട്ടുണ്ട്. ഓക്കെ, ലാംഡ ഇൻഫിനിറ്റി ഫോർ x2 പ്ലസ് ഈക്വൽ ടു 57, ലാംഡ എം ഇൻഫിനിറ്റി ഫോർ y2 പ്ലസ് ഈക്വൽ ടു 73. അപ്പോൾ ഇതിൻ്റെ ലാംഡ എം വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? x2 പ്ലസിൻ്റെയും y2 മൈനസിൻ്റെയും കൂടെ സം ആഡ് ചെയ്യുക. സോ 57 പ്ലസ് 73, സോ വി വിൽ ഗെറ്റ് 130. ആൻഡ് യൂണിറ്റ് എന്താ? സീമെൻസ് സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. 130. സോ ഓപ്ഷൻ എ ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ. അപ്പോൾ കൊളറാഷസ് ലോ ബേസ് ചെയ്തിട്ടുള്ള 3-4 ക്വസ്റ്റ്യൻസാണ് നമ്മൾ അടുപ്പിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇലക്ട്രോലൈറ്റ്സ് നോക്കുക, ഇലക്ട്രോലൈറ്റിലെ അയോൺസ് നോക്കുക, അവരുടെ കണ്ടക്ടിവിറ്റി വാല്യൂസ് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ജസ്റ്റ് സമ്മപ്പ് ചെയ്യുക, ആൻസർ കിട്ടും. ഓക്കെ, ഈസി അല്ലേ? ദി റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടിവിറ്റി സെൽ വിത്ത് സെൽ കോൺസ്റ്റൻറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. അത് ആദ്യം നമുക്ക് എഴുതാം. സെൽ കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു 1.14 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ദെൻ വേറെ എന്താ തന്നിട്ടുള്ളത്? മൊളാരിറ്റി തന്നിട്ടുണ്ട്, വിച്ച് ഈസ് 0.001 മൊളാരിറ്റി തന്നിട്ടുണ്ട്. ദെൻ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ? റെസിസ്റ്റൻസ് 1500 ഓം. ദെൻ മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുക. ഓക്കെ, മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുക. കെ എങ്ങനെ കണ്ടുപിടിക്കുക? കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കണ്ടക്ടിവിറ്റി വാല്യൂ എങ്ങനെ? ആദ്യം കണ്ടക്ടിവിറ്റി വാല്യൂ കണ്ടുപിടിക്കുക. 1/r ഇൻറ്റു L/A. 1/1500 ഇൻറ്റു L/A വെച്ചിട്ട് കണ്ടുപിടിക്കാം. ദെൻ സെൽ കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. L/A സെൽ കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 1.14 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഫൈനലി എന്താ കണ്ടുപിടിക്കേണ്ടത്? മോളാർ കണ്ടക്ടിവിറ്റി. ലാംഡ എം ഈക്വൽ ടു 1000 കാപ്പ ബൈ കോൺസെൻട്രേഷൻ. ഇൻ ടേംസ് ഓഫ് മൊളാരിറ്റി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ 1000 കാപ്പ ബൈ മൊളാരിറ്റി. സോ 1000 ഇൻറ്റു 1.14. ആ ഫുൾ കെയുടെ വാല്യൂ ഫുള്ളായിട്ട് ഇവിടെ എടുത്തിടുക. 1.14 ഡിവൈഡഡ് ബൈ 1500 ഇൻറ്റു 0.001. ഓക്കെ, സോ ഇത്രയും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 760 സൈമൻസ് സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സിന് കിട്ടും മോളാർ കണ്ടക്ടിവിറ്റി. ഇത് നേരത്തെ ഇതിനു മുമ്പ് ചെയ്ത മോഡലിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. അതായത് മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? 1000 കാപ്പ ബൈ എം. ഇതിൽ കാപ്പയുടെ ഇക്വേഷൻ എന്താണ്? കാപ്പയുടെ ഇക്വേഷൻ 1/r ഇൻറ്റു L/A. ആ ജസ്റ്റ് വാല്യൂ എടുത്ത് 1000 കാപ്പ ബൈ എമ്മിൽ ഇട്ട് കൊടുക്കുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി വാല്യൂ കിട്ടും. ഡയറക്റ്റ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് അപ്ലൈ ചെയ്യാനേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. ഇൻഡയറക്റ്റ് ആയിട്ടൊന്നും ചോദിച്ചിട്ടില്ല. ഓക്കെ അല്ലേ? The conductivity of electrolytic solution depends upon which of the following? ഒരു ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റി താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഓക്കെ, സോ ഫസ്റ്റ് വൺ, സൈസ് ഓഫ് ദി അയോൺ പ്രൊഡ്യൂസ്ഡ്. അതിലുണ്ടാകുന്ന അയോൺസിൻ്റെ സൈസ്. സെക്കൻഡ് വൺ, സോൾവെൻറ്റിൻ്റെ വിസ്കോസിറ്റി. സോൾവെൻറ്റിന് ഈസി ആയിട്ട് സോൾവെൻറ്റിൻ്റെ ഫ്ലൂയിഡിറ്റി എങ്ങനെയാണ്? ഈസി ആയിട്ട് ഫ്ലോ ചെയ്യുന്നതാണോ? സോ വിസ്കോസിറ്റി. ദെൻ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ. നമ്മുടെ ഇക്വേഷനിൽ തന്നെ ഉണ്ട് എന്താണ് ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ. ദെൻ ഫോർത്ത് വൺ, സോൾവേഷൻ ഓഫ് അയോൺസ് പ്രൊഡ്യൂസ്ഡ്. ഉണ്ടാകുന്ന അയോൺസ് എത്രത്തോളം സോൾവേറ്റഡ് ആവുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഹൈഡ്രേറ്റഡ് ആവുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഇതിലേത് ഫാക്ടറാണ് ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ഓക്കെ, നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. സൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? വിസ്കോസിറ്റി, സോൾവെൻറ്റിൻ്റെ വിസ്കോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഉണ്ടാകുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോണിൻ്റെ സോൾവേഷൻ ഫാക്ടറും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നോക്കിയാൽ എല്ലാ ഫാക്ടേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ ഡി ആണ്. എല്ലാ ഫാക്ടേഴ്സും ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ the amount of charge in Faraday required to obtain 1 mole of iron from Fe3O4. Okay, Fe3O4ൽ നിന്നും 1 mole iron obtain ചെയ്യാൻ വേണ്ടി എത്ര ചാർജ് വേണം എന്നുള്ളതാണ്. സോ ഈ Fe3O4 നമുക്ക് എങ്ങനെ ഫോം ചെയ്യാം? Fe3O4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FeO പ്ലസ് Fe2O3 ആണ്. ഓക്കെ, Fe2 പ്ലസ് ആയിട്ട് ഇരിക്കുക FeO
2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? Fe ആയിട്ട് മാറും. Fe2 പ്ലസ് 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുമ്പോൾ Fe ആയിട്ട് മാറുന്നു. Fe2 പ്ലസ് ആയിട്ട് 2 ഇലക്ട്രോണിൻ്റെ കുറവുണ്ട് അവിടെ. 2 ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പോൾ Fe ആവുന്നു. ദെൻ Fe2O3 അയൺ +3 ചാർജ് ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ 6 ഇലക്ട്രോൺസ് അവിടെ ആഡപ്പ് ചെയ്യുന്നു. 6 ഇലക്ട്രോൺസ് ആഡ് ചെയ്യുമ്പോൾ 2Fe ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ സം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? Fe3O4 കിട്ടുക. അപ്പോൾ അവിടെ ടോട്ടൽ എത്ര ഇലക്ട്രോൺസാണ്? 2 + 6 8 ഇലക്ട്രോൺസ് അവിടെ ട്രാൻസ്ഫർ ആവുന്നുണ്ട് ടു ഒബ്റ്റെയിൻ 3Fe. Fe3+ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 8 ഇലക്ട്രോൺസ് അവിടെ വരുന്നുണ്ട്. അതായത് 3 മോൾ Feക്ക് എത്ര ഫാരഡേ വേണം? 3 മോൾ Feക്ക് ആണെന്നുണ്ടെങ്കിൽ 8 ഫാരഡേ വേണം. അപ്പോൾ 1 മോൾ Feക്ക് എത്രയാണ് വേണ്ടത്? എത്ര ചാർജാണ് വേണ്ടേ? 8/3 ഫാരഡേ അല്ലേ? 8/3 എന്ന് പറയുമ്പോൾ 2.6 ഫാരഡേ ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പോൾ Fe3O4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FeOയുടെയും Fe2O3ൻ്റെയും സമ്മാണ്. ഓക്കെ, അപ്പം FeO എന്താണ്? 1 മോൾ Fe പ്രൊഡ്യൂസ് ചെയ്യുന്നു ബൈ അക്സെപ്റ്റിംഗ് 2 ഇലക്ട്രോൺസ്. Fe2O3 6 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്ത് 2Fe ആയിട്ട് മാറുന്നു. സോ ഇത് രണ്ടും കൂടെ സമ്മപ്പ് ചെയ്യുമ്പം 8 ഇലക്ട്രോൺസ് അവിടെ ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അതായത് 3 മോൾ Feക്ക് 8 ഫാരഡേ വേണം. അപ്പോൾ 1 മോൾ Feക്ക് 8/3 ഫാരഡേ, 2.6 ഫാരഡേ അവിടെ ആവശ്യമാണ്. 2.6 എന്ന് പറയുമ്പോൾ 1 മോൾ Feക്ക് എത്രയാണ് വേണ്ടത്? 3 ഫാരഡേ, ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി 3 ഫാരഡേ ആവശ്യമായിട്ട് വരുന്നു. ഓക്കെ, an electrolytic cell contain solution of Ag2SO4 has platinum electrode ആണ്. A current is passed until 1.6 gram of oxygen has been liberated at anode. ആനോഡിൽ 1.6 gram ഓക്സിജൻ ലിബറേറ്റ് ചെയ്യുന്നത് വരെ കറണ്ട് പാസ് ചെയ്യുന്നു. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് ഓഫ് സിൽവർ ഡിപ്പോസിറ്റഡ് അറ്റ് കാഥോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന സിൽവർ എത്ര എമൗണ്ട് ആയിരിക്കും ഉള്ളത്? അപ്പോൾ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. M1/M2 = E1/E2. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വലൻറ്റ് വെയിറ്റാണ്. ഓക്കെ, അപ്പം രണ്ട് ഇലക്ട്രോണിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളുടെ മാസ് റേഷ്യോ എടുക്കുക. മാസിൻ്റെ റേഷ്യോ എന്തിന് ഈക്വൽ ആയിരിക്കും? അവരുടെ ഇക്വലൻറ്റ് വെയിറ്റിൻ്റെ റേഷ്യോന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഉള്ളത് ആരൊക്കെയാ? ഓക്സിജൻ MO2/MAg which is equal to equivalent weight of oxygen by equivalent weight of silver. ഓക്കെ, ഓക്സിജൻ്റെ മാസ് എത്രയാണ്? 1.6. സിൽവറിനെ നമുക്ക് കണ്ടുപിടിക്കണം. എമൗണ്ട് ഓഫ് സിൽവർ ഡിപ്പോസിറ്റഡ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സോ MAg which is equal to equivalent weight of oxygen 8, സിൽവറിൻ്റെ 108. അപ്പോൾ നമുക്കിങ്ങനെ MAg കണ്ടുപിടിക്കാം. MAg = 108 into 1.6 divided by 8 which is equal to 21.6 gram. 21.6 gram എന്നുണ്ട്. സോ ഇക്വേഷൻ M1/M2 = E1/E2. മാസിൻ്റെ റേഷ്യോ വിച്ച് ഇസ് ഈക്വൽ ടു ഇക്വലൻറ്റ് വെയിറ്റിൻ്റെ റേഷ്യോന് ഈക്വൽ ആയിരിക്കും. സോ അപ്പം MAg എന്തെന്ന് കിട്ടും? MAg 21.6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ആനോഡിലും കാഥോഡിലും ഡിപ്പോസിറ്റ് ചെയ്ത സബ്സ്റ്റൻസുകളുടെ മാസും ഇക്വലൻറ്റ് വെയിറ്റും തമ്മിലുള്ള റിലേഷൻ, അവരുടെ റേഷ്യോ, രണ്ട് സബ്സ്റ്റൻസുകളുടെയും റേഷ്യോ, മാസിൻ്റെ റേഷ്യോ ഇക്വലൻറ്റ് വെയിറ്റിൻ്റെ റേഷ്യോന് ഈക്വൽ ആയിരിക്കും. സോ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. When 9650 coulombs of electricity is passed through a solution of copper sulfate. കോപ്പർ സൾഫേറ്റിൽ ഇത്രയും എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാണ്. സോ ദ എമൗണ്ട് ഓഫ് കോപ്പർ ഡിപ്പോസിറ്റഡ്, അപ്പോൾ അവിടെ ഡിപ്പോസിറ്റ് ചെയ്യുന്ന കോപ്പർ എത്ര എമൗണ്ട് ആണെന്നുള്ളത്. സോ ഇതിന് മോളിൻ്റെ ടേംസിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വെയിറ്റ് ഒക്കെ തന്നിട്ടുണ്ട്, അതുപോലെ എമൗണ്ട് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷനിലും ഗ്രാമിൻ്റെ ടേംസിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് മോളിൻ്റെ ടേംസിലും ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ കോപ്പർ സൾഫേറ്റിൽ Cu2+ 2E gives Cu. സോ ഇതാണ് അവിടെ നടക്കുന്ന റിയാക്ഷൻ, റിഡക്ഷൻ റിയാക്ഷൻ. അപ്പോൾ നമ്മുടെ കോപ്പറിൻ്റെ വെയിറ്റ് 63.6 ഗ്രാമാണ്. അപ്പോൾ ഫാരഡേസ് ലോ അനുസരിച്ചിട്ട് സോ ദ ആ വെയിറ്റ് എന്ന് പറയുന്നത് ഇക്വലൻറ്റ് വെയിറ്റിന് ഈക്വലാണ്. ഓക്കെ, അപ്പോൾ 1 മോള് കോപ്പർ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
2 ഫാരഡേ 2 ഇലക്ട്രോൺ ഇവിടെ ട്രാൻസ്ഫർ ആവുന്നുണ്ട്. സോ ടു ഡിപ്പോസിറ്റ് 1 mole ഓഫ് കോപ്പർ 2 ഫാരഡേ അവിടെ ആവശ്യമാണ്, 2 ഫാരഡേ ആവശ്യമാണ്. സോ ദ എമൗണ്ട് ഓഫ് കോപ്പർ ഡിപ്പോസിറ്റഡ്, കോപ്പർ എത്ര ഡിപ്പോസിറ്റ് ആയത്, കോപ്പറിൻ്റെ വെയിറ്റ് എഴുതുക 63.6 ഡിവൈഡഡ് ബൈ എത്ര ഫാരഡേ ഉണ്ടായിരുന്നു 2, ഫാരഡേയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക 96500. 0 കുറഞ്ഞു വരുത്, കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ 9650 കൂളോമാണ് കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി തന്നെ. അപ്പോൾ ആ വാല്യൂയും ഈ വാല്യൂയും കൂടെ കൺഫ്യൂഷൻ ആവരുത്. ഫാരഡേയുടെ വാല്യൂ 96500 ആണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യന് തന്നിട്ടുള്ള ഇലക്ട്രിസിറ്റി എത്ര കൂളോംസ് ആണ് 9650. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ ഈ 0 കട്ട് ചെയ്ത് പോവും. സോ അപ്പോൾ നമുക്ക് 31.8 ഗ്രാം എന്ന് കിട്ടും. ഓക്കെ, സോ 31.8 ഗ്രാം. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ നമ്മുടെ ഫാരഡേസ് ലോ അനുസരിച്ച് W പ്രൊപ്പോർഷണൽ ടു E പ്രൊപ്പോർഷണൽ ടു ഇക്വലൻറ്റ് വെയിറ്റ്. അപ്പോൾ അതനുസരിച്ചിട്ട് നോക്കുക. പിന്നെ എത്ര ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അപ്പോൾ 1 മോൾ ഡിപ്പോസിറ്റ് ചെയ്യാൻ, ഇവിടെ 1 മോൾ കോപ്പർ ഡിപ്പോസിറ്റ് ചെയ്യാൻ 2 ഫാരഡേ ആവശ്യമായിട്ട് വരുന്നു. സോ ഇവിടെ അപ്പം മോളിൻ്റെ ടേംസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ആൻസർ എഴുതാം. പക്ഷേ ഇവിടെ ചോദിച്ചിട്ടുള്ള വെയിറ്റ് ആണ്. അപ്പോൾ നമ്മൾ വെയിറ്റിൻ്റെ ടേംസിൽ എഴുതുക. 63.6 ഡിവൈഡഡ് ബൈ 2 ഫാരഡേ, ഫാരഡേയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക, ഇൻറ്റു എത്ര എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് കൊടുത്തത് 9650. സോ ആ അത്രയും വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 31.8 ഗ്രാം കോപ്പർ ആണ് അവിടെ കാഥോഡിൽ ഡിപ്പോസിറ്റ് ആവുന്നത്. ഓക്കെ, A silver cup is plated with silver by passing 965 coulomb of electricity. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിപ്പോസിറ്റ് ചെയ്യുന്ന സിൽവർ എത്ര എമൗണ്ട് ആണുള്ളത്. ഓക്കെ, അപ്പം സിൽവർ ഈ സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമ്മൾ കോപ്പർ ചെയ്ത അതേ പാറ്റേണിലുള്ളത് തന്നെയാണ്. Ag ++ E gives Ag 96. അപ്പം Ag ++ ഇലക്ട്രോൺ ഗീവ്സ് Ag. അപ്പോൾ നമ്മൾ ചെയ്ത സെയിം പാറ്റേണിലുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ 96500 കൂളോം ഡിപ്പോസിറ്റ് ആവുന്നത് എത്രയാണ്, സിൽവറിൻ്റെ വെയിറ്റ് എഴുതുക. സിൽവറിൻ്റെ വെയിറ്റ് എത്രയാണ് 108 ഗ്രാം. സോ 96500 കൂളോം ഡിപ്പോസിറ്റ് 108 ഗ്രാം ഓഫ് Ag. സോ 965 കൂളോം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. 965 കൂളോം ആണ് പാസ് ചെയ്യുന്നത്. ഡിപ്പോസിറ്റ് ഈക്വൽ ടു 108 ഇൻറ്റു 965 ഡിവൈഡഡ് ബൈ നമ്മുടെ ഫാരഡേ എഴുതുക. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോണെ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. സോ അതിൻ്റെ എത്ര എണ്ണം എന്നുള്ളത് n എഴുതേണ്ട ആവശ്യമില്ല. സോ 96500. അപ്പോൾ ഇതിന് ആഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 1008 ഗ്രാം സിൽവർ ആയിരിക്കും ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ എഴുതുമ്പം എത്ര ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആവുമെന്ന് കിട്ടും. ദെൻ സിൽവറിൻ്റെ മാസ് എഴുതുക, വെയിറ്റ് എഴുതുക, സിൽവറിൻ്റെ വെയിറ്റ് എഴുതുക. ദെൻ എത്ര എമൗണ്ട് ഓഫ് കൂളോമാണ് അതിലൂടെ പാസ് ചെയ്യുന്നത്. ദെൻ ഫാരഡേയുടെ വാല്യൂ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ സോ എത്ര ഗ്രാം ഓഫ് സിൽവറാണ് ആ ഇലക്ട്രോഡിൽ ഡിപ്പോസിറ്റ് ആവുന്നതെന്ന് കിട്ടും. നേരത്തെ നമ്മൾ ചെയ്ത കോപ്പറിൻ്റെ സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യനാണ്. The amount of electricity that can deposit 108 gram of silver from silver nitrate solution. ഓക്കെ, അപ്പോൾ ഇവിടെ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി, എത്ര ഇലക്ട്രിസിറ്റി ആവശ്യമാണ് ടു ഡിപ്പോസിറ്റ് 108 gram ഓഫ് സിൽവർ ഫ്രം സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. സോ ഫാരഡേയുടെ ലോയിൽ എന്താ പറയുന്നത്, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് അനുസരിച്ച്, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് അനുസരിച്ച് ദി എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി റിക്വയർഡ് ടു ഡിപ്പോസിറ്റ് 1 mole ഓഫ് മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് 1 ഫാരഡേ. അതായത് 1 മോൾ മെറ്റൽ, ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി റിക്വയർഡ് ടു ഡിപ്പോസിറ്റ് 1 മോൾ മെറ്റൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി എത്ര എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി വേണം, അതാണ് 1 ഫാരഡേ എന്ന് പറഞ്ഞാൽ. അത് എത്ര കൂളോമാ 96500 കൂളോമാ. അപ്പോൾ ഇവിടെ 108 gram ഓഫ് സിൽവർ ഡിപ്പോസിറ്റ് ചെയ്യണം. സോ ഫോർ ഡിപ്പോസിഷൻ ഓഫ് 108 of silver
1 ഫാരഡേ വേണം, 1 ഫാരഡേ ആവശ്യമായിട്ട് വരും. ഓക്കെ, സോ ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി, എത്ര എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി വേണം? 108 ഗ്രാം. അപ്പം 108 ഗ്രാം ഓഫ് സിൽവർ ഫ്രം സിൽവർ നൈട്രേറ്റ് ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 96500 കൂളോം, വിച്ച് ഈസ് ഈക്വൽ ടു 1 ഫാരഡേ. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺ പാസിംഗ് C ആംബിയർ ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഫോർ T സെക്കൻഡ് ടൈം, T സെക്കൻഡ് ആണ്, ടൈം എലാപ്സ്ഡ് T സെക്കൻഡ്, കറണ്ട് എത്രയാ? C ആംബിയർ ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ M ഗ്രാം, വെയിറ്റ് എന്ന് പറയുന്നത് M ഗ്രാം ആണ്. സോ ഇതിൻ്റെ ഇക്വലൻറ്റ് വെയിറ്റ് കണ്ടു. സോ നമ്മൾ M വെച്ചിട്ട് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ, മാസ് കണ്ടുപിടിക്കാൻ. മാസ് എത്രയാണ് ഡിപ്പോസിറ്റ് ചെയ്തത്? മാസ് ഓഫ് മെറ്റൽ ഡിപ്പോസിറ്റഡ്, അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാസ് ഓഫ് മെറ്റൽ ഡിപ്പോസിറ്റഡ് എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്രയാ? M ഈക്വൽ ടു ഇക്വലൻറ്റ് വെയിറ്റ് E ഇൻറ്റു C, എത്ര കൂളോമാണ്, ദെൻ T divided by 96500. ഓക്കെ, സോ ഇതിൽ നമുക്ക് ഇക്വലൻറ്റ് വെയിറ്റ് കണ്ടുപിടിക്കാൻ വലിയ പാടുണ്ടോ? E ഈക്വൽ ടു C ഇൻറ്റു T ഡിവൈഡഡ് ബൈ M ഇൻറ്റു 96500 അല്ലേ? ഓക്കെ, സോ ഓപ്ഷൻ A ഈസ് റൈറ്റ് ആൻസർ. Then the number of electrons passing per second through a cross section of copper wire carrying 10 raised to minus 6 amperes of current, I equal to 10 raised to minus 6 ampere per second ആണ്. So the number of electron, എത്ര number of electrons pass ചെയ്യും? So I 10 raised to minus 6 ampere എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് പാസ്ഡ് per second, ചാർജ് passed per second എത്രയാ? 10 raised to minus 6 ampere. So number of electrons passed per second, അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സോ നമുക്ക് കണ്ടുപിടിക്കണം നമ്പർ ഓഫ് ഇലക്ട്രോൺ passed per second ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 10 raised to minus 6 ആണ്. ദെൻ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് വരുന്നത് എത്രയാ? 1.6 ഇൻറ്റു 10 raised to minus 19, അതാണ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് കിട്ടും? 6 ഇൻറ്റു 10 raised to 12 എന്ന് കിട്ടും. ഇത് ചെയ്യുമ്പോൾ 6 ഇൻറ്റു 10 raised to 12 എന്നുള്ളത് കിട്ടും. ഓക്കെ, സോ നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺ പാസ്ഡ് പെർ സെക്കൻഡ്, പാസിംഗ് പെർ സെക്കൻഡ് ഒരു ക്രോസ് സെക്ഷൻ ഓഫ് കോപ്പർ വയർ കൂടെ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ചാർജ് പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്, ആ ചാർജ് പെർ സെക്കൻഡിനെ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പാസ്ഡ് പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ, സിമ്പിൾ അല്ലേ? The electric charge for electron decomposition of 1 gram equivalent of a substance. Okay, so the electric charge for electro decomposition of 1 gram equivalent substance, ഒരു 1 gram equivalent substance electro decomposition എത്ര ഇലക്ട്രിക് ചാർജ് ആവും, എത്ര ഇലക്ട്രിക് ചാർജ് ആവും എന്നുള്ളത്. ഓക്കെ, സോ ദ ഇലക്ട്രിക് ചാർജ് ഫോർ ഇലക്ട്രോഡ് ഡീകമ്പോസിഷൻ ഓഫ് 1 gram equivalent of a substance എത്രയാണ്? ഇറ്റ് ഈസ് ചാർജ് ഓൺ 1 mole of electron. ഓക്കെ, ഒരു മോൾ ഇലക്ട്രോണിൽ എത്ര ചാർജ് ഉണ്ടോ, സോ എഴുതിയത് ഇലക്ട്രിക് ചാർജ് ഫോർ ഇലക്ട്രോഡ് ഡീകമ്പോസിഷൻ, ഇലക്ട്രിക് ചാർജ് ഫോർ ഇലക്ട്രോഡ് ഡീകമ്പോസിഷൻ ഓഫ് 1 gram equivalent of substance, which is equal to charge on 1 mole of electron, ഒരു മോൾ ഇലക്ട്രോണിലുള്ള ചാർജാണ്. സോ ചാർജ്, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഡെഫിനേഷൻ പോലെ ഓർത്ത് വെക്കാം അല്ലേ. സോ 1 gram ഇക്വലൻ്റ് സബ്സ്റ്റൻസിൻ്റെ ഇലക്ട്രോ ഡീകമ്പോസിഷൻ എത്ര ഇലക്ട്രിക് ചാർജ് വേണം? എന്തിന് ഈക്വലാണ്? ചാർജ് ഓൺ 1 mole ഓഫ് ഇലക്ട്രോൺ, ഒരു മോൾ ഇലക്ട്രോണിൻ്റെ ചാർജിന് ഈക്വലാണ്. ഇൻ ഇലക്ട്രോളിസിസ് ഓഫ് ഡൈല്യൂട്ട് H2SO4 യൂസിങ് പ്ലാറ്റിനം ഇലക്ട്രോഡ്, സോ പ്ലാറ്റിനം ഇലക്ട്രോഡ് യൂസ് ചെയ്തിട്ടുള്ള ഇൻ ഇലക്ട്രോളിസിസ് ഓഫ് ഡൈല്യൂട്ട് H2SO4, ഡൈല്യൂട്ട് H2SO4 ഇലക്ട്രോളിസിസിൽ യൂസിങ് പ്ലാറ്റിനം ഇലക്ട്രോഡ്, പ്ലാറ്റിനം ഇലക്ട്രോഡ് യൂസ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ലിബറേറ്റ് ചെയ്യുന്നത്? ഹൈഡ്രജൻ ആണോ, NH2 ആണോ, Cl2 ആണോ, O2 ആണോ? ഓക്കെ, സോ പ്ലാറ്റിനം ഇലക്ട്രോഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡൈല്യൂട്ട് H2SO4 ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്? ആനോഡിൽ എന്താ ഫോം ചെയ്യുന്നത്, കാഥോഡിൽ എന്താ ഫോം ചെയ്യുന്നത് അറിയാം. ആരുടെ ഇലക്ട്രോളിസിസാ? H2SO4 ഇലക്ട്രോളിസിസ് യൂസിങ് പ്ലാറ്റിനം. സോ ആനോഡിൽ ഓക്സിജൻ ലിബറേറ്റ് ചെയ്യും, കാഥോഡിൽ ഹൈഡ്രജനും ലിബറേറ്റ് ചെയ്യും. ഓക്സിജൻ ആനോഡിലും കാഥോഡിൽ ഏതാ ലിബറേറ്റ് ചെയ്യുന്നത്? ഹൈഡ്രജനും ലിബറേറ്റ് ചെയ്യും.
ഓക്കെ, സോ ഡൈലൂട്ട് H2SO4ന്റെ ഇലക്ട്രോളിസിസ് നമ്മൾ പ്ലാറ്റിനം ഇലക്ട്രോഡ് വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാ ഓക്സിജൻ ആനോഡിലും ഹൈഡ്രജൻ കാഥോഡിലും ലിബറേറ്റ് ചെയ്യും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഓക്സിജൻ ആനോഡ് ഹൈഡ്രജൻ കാഥോഡിലും ലിബറേറ്റ് ചെയ്യും. സോ നമ്മുടെ ആൻസർ യൂസിങ് പ്ലാറ്റിനം ഇലക്ട്രോഡ് ഓക്സിജൻ ഈസ് ക്ലോറിൻ ഈസ് ഒബ്റ്റൈൻഡ് അറ്റ് കാഥോഡ്, സോ ഹൈഡ്രജൻ ഈസ് ഇവോൾവ്ഡ് അറ്റ് cathode. Option A is right. Hydrogen is evolved at cathode. Aluminum oxide may be electrolyzed at 1000 degrees Celsius to furnish aluminum metal. Aluminum oxide ne electrolysis ചെയ്തപ്പോൾ നമുക്ക് aluminum metal കിട്ടി. So അതിന്റെ cathode reaction കൊടുത്തിട്ടുണ്ട്. Al3 plus 3 electron gives aluminum കിട്ടുന്നു. So നമുക്ക് ഉണ്ടാക്കേണ്ടത് 5.12 kg ഓഫ് അലൂമിനം മെറ്റലാണ് ഉണ്ടാക്കാനുള്ളത്. സോ അതിന് എത്ര കൂളോം ഇലക്ട്രിസിറ്റി വേണം? ഓക്കെ, സോ നമ്മളിൽ അലൂമിനം എങ്ങനെ Al2O3നെ Al3 പ്ലസ് 2 ഓക്സിജൻ O2 മൈനസ്. സോ അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 3 ഇലക്ട്രോൺസ് ആണ് ഇവിടെ ട്രാൻസ്ഫർ ആവുന്നത്. ഓക്കെ, അപ്പോൾ കാഥോഡിലെ റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കാഥോഡിൽ റിഡക്ഷൻ ആണ് അല്ലേ. Al3 പ്ലസ് 3 ഇലക്ട്രോൺ ഗീവ്സ് എയർ. ടു പ്രിപ്പയർ 5.12 kg ഓഫ് അലൂമിനം മെറ്റൽ വി റിക്വയർ, നമുക്ക് എത്ര ഇലക്ട്രിസിറ്റി വേണം? വി റിക്വയർ 1 മോൾ എന്ന് പറഞ്ഞാൽ 1 മോൾ ഓഫ് ഇലക്ട്രോൺ വിച്ച് ഈസ് ഈക്വൽ ടു 1 farad അല്ലേ. 1 മോൾ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 1 farad, ദാറ്റ് ഈസ് 96500 കൂളം. സോ ഹിയർ എന്നിൻ്റെ വാല്യൂ എത്രയാ? n ഈക്വൽ ടു 3 ആണ്, നമുക്കറിയാം n ഈക്വൽ ടു 3 ആണ്. സോ 27 gram ഓഫ് അലൂമിനം ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി 27 gram ഓഫ് അലൂമിനം ഡിപ്പോസിറ്റ് ചെയ്യാൻ എത്ര കൂളം വേണം? ഡിപ്പോസിറ്റഡ് ബൈ 3 ഇൻറ്റു, അതായത് അവിടുത്തെ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആയിട്ടുള്ളത് 3 ആണ്. 3 ഇൻറ്റു 96500 കൂളോമാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ 5.12 kg അതിനെ ഗ്രാമിലോട്ട് മാറ്റുമ്പോൾ 5120 gram ഓഫ് അലൂമിനം ഡിപ്പോസിറ്റഡ് ബൈ, എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഡിപ്പോസിറ്റഡ് ബൈ, സോ ഒന്നുകൂടെ 5 gram ഓഫ് അലൂമിനം. സോ 27 ഗ്രാമിൻ്റെ നമുക്കറിയാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5120 gram ഓഫ് അലൂമിനം ഡിപ്പോസിറ്റ് ആവാൻ വേണ്ടി ഡിപ്പോസിറ്റഡ് ബൈ 3 ഇൻറ്റു 96500 ദെൻ 5120 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആൻഡ് നമുക്ക് 1 ഗ്രാമിൻ്റെ വെച്ചിട്ടല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് 27 ഡിവൈഡും ചെയ്യുക. സോ വി വിൽ ഗെറ്റ് 5.49 ഇൻറ്റു 10⁻⁷ കൂളോം എന്ന് കിട്ടും. ഓക്കെ, സോ 5.12 kg ഓഫ് അലൂമിനം ആണ്. സോ 5120 gram അലൂമിനം മെറ്റൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഓൾറെഡി അറിയാം 3 ഇൻറ്റു 3F വേണം 27 ഗ്രാമിന്. അപ്പോൾ 3F ഡിവൈഡഡ് ബൈ 27 ചെയ്യുമ്പോൾ 1 ഗ്രാം ഡിപ്പോസിറ്റ് ആവാൻ എത്ര കൂളം വേണം എന്നുള്ളത് കിട്ടും. ദെൻ വി നീഡ് 5120 gram ഡിപ്പോസിറ്റ് ചെയ്യാൻ എത്ര വേണം എന്നുള്ളത്. സോ വി നീഡ് ടു മൾട്ടിപ്ലൈ വിത്ത് ദാറ്റ് പർട്ടിക്കുലർ നമ്പർ. സോ വി വിൽ ഗെറ്റ് 5.49 ഇൻറ്റു 10⁻⁷ കൂളോം എന്ന് കിട്ടും. A solution of copper sulfate is electrolyzed for 10 minutes with a current of 1.5 amperes. Okay, so time 10 minutes തന്നിട്ടുണ്ട്. Then എത്രയാ ഇലക്ട്രിസിറ്റി തന്നിട്ടുള്ളത്? I equal to 1.5 ampere. So the mass of copper deposited at കാഥോഡിൽ ഡിപ്പോസിറ്റ് ആയിട്ടുള്ള കോപ്പർ എത്രയാണെന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ എന്താ? W ഈക്വൽ ടു ZIT ആണ് അല്ലേ. Z എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് ആണ് അല്ലേ. Z ഈസ് ഈക്വൽ ടു ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ്. ദെൻ കോപ്പറിൻ്റെ ഇക്വലൻ്റ് വെയിറ്റ് എത്രയാ? ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് കോപ്പർ. സോ 63U മാസ് തന്നിട്ടുണ്ട്. കോപ്പർ Cu2+ ചാർജാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. സോ 63 ഡിവൈഡഡ് ബൈ 2 31.5. സോ ഇതിൽ നിന്ന് നമുക്ക് Z കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? Z ഈക്വൽ ടു W. Z കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ W ഈക്വൽ ടു ZIT നമ്മൾ എഴുതി. Z ഈക്വൽ ടു 31.5
ഡിവൈഡഡ് ബൈ നമ്മുടെ എഫ്, നമ്മുടെ കൂളോം വാല്യൂ 96500. ദെൻ ആ വാല്യൂ ഇസഡിൻ്റെ വാല്യൂ ഡബ്ല്യൂയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 31.5 ഡിവൈഡഡ് ബൈ 96500 ഇൻറ്റു ഐ എത്രയാണ് 1.5 ഇൻറ്റു 10 മിനിറ്റ് ആണ്. നമുക്ക് തന്നെ സെക്കൻഡിലാണ് ആൻസർ വേണ്ടത്. ഓക്കെ, സെക്കൻഡിൻ്റെ ടേംസിലാണ് വേണ്ടത്. സോ ഡബ്ല്യു എത്ര ഇതായി കിട്ടും? എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ 0.2938. അപ്പോൾ നിങ്ങൾക്ക് 0.2938 കിട്ടി. ഓപ്ഷനിൽ കണ്ട കൊടുത്തേക്കുന്നത് 2938ഉം 2398. അതായത് നിങ്ങൾ ഇത്രയും ചെയ്തിട്ട് അവർക്ക് നിങ്ങളെ തെറ്റിക്കണം. കണ്ടോ, 2938 കിട്ടി. സോ 2938. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ എഴുതി കഴിഞ്ഞാൽ 2398 ആയിട്ടായി പോകും അല്ലേ? സോ 2938 ഗ്രാം കിട്ടും. ചെയ്യുന്ന മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ W = ZIT. Z കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇക്വലൻറ്റ് വെയിറ്റ് ബൈ ഫാരഡ് 96500 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് പർട്ടിക്കുലർ വാല്യൂ കിട്ടും. അത് ഡബ്ല്യൂയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ. On passing current through two cells connected in series containing solution of silver nitrate and copper sulfate. So രണ്ട് cells, ഒന്ന് AgNO3 സിൽവർ നൈട്രേറ്റും ഒന്ന് കോപ്പർ സൾഫേറ്റും. ഓക്കെ, സോ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? 0.18 ഗ്രാം ഓഫ് സിൽവർ ആണ് ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ വെയിറ്റ് ഓഫ് കോപ്പർ ഡിപ്പോസിറ്റഡ് divided by weight of silver deposited, which is equal to equivalent weight of copper divided by equivalent weight of Ag. So weight of copper divided by weight of silver എത്ര deposit ചെയ്ത് 0.18 gram, which is equal to equivalent weight of copper 63.5 divided by 2, that is equivalent weight. Then equivalent weight of Ag 1/108. സോ നമുക്ക് ഇത്രയും ചെയ്യുമ്പോൾ WCU വെയിറ്റ് ഓഫ് കോപ്പർ എന്ന് പറയുന്നത് 63.5 ഇൻറ്റു 0.18 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 108. സോ എത്ര കിട്ടും? 0.0529 ഗ്രാം എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റഡ്. ഓക്കെ. In the electrolysis of water, 1 Faraday of electrical energy would liberate. അപ്പോൾ വാട്ടറിൻ്റെ ഇലക്ട്രോളിസിസിൽ 1 ഫാരഡേ ഇലക്ട്രിക്കൽ എനർജി വുഡ് ലിബറേറ്റ് 1 mole ഓഫ് ഓക്സിജൻ, 1 gram ആറ്റം ഓഫ് ഓക്സിജൻ, 8 gram ഓക്സിജൻ, 22.4 ലിറ്റർ ഓഫ് ഓക്സിജൻ. ഓക്കെ, സോ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ആണ് 1 ഫാരഡേ. സോ 1 ഫാരഡേ എന്ന് പറഞ്ഞാൽ 1 ഫാരഡേ അല്ലെങ്കിൽ 96500 കൂളം, വിച്ച് ഈസ് ചാർജ് carried by 1 mole of electron. So in the water ne electrolysis cheyyumbolo, when water is electrolyzed to H2O, which gives 4H plus O2 plus 4 electron, that is 4F of electricity liberate 32 gram of oxygen. Okay, 4 of electricity, 4 electron, 32 gram of electron, 32 O2 എന്ന് പറഞ്ഞാൽ 32 gram of oxygen ആണ്. So thus 1 of അപ്പോൾ എത്ര ലിബറേറ്റ് ചെയ്യും? 1 of liberate 32 gram divided by 4 gram of oxygen, that is 8 gram of oxygen would liberate. 8 gram of oxygen would liberate. Okay, so in the electrolysis of water 1 Faraday electrical energy കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഗ്രാം ഓക്സിജൻ ലിബറേറ്റ് ചെയ്യും? അപ്പോൾ 4 ഇലക്ട്രോൺ ആണ് അവിടെ ഉള്ളത്. 4 ഇലക്ട്രോൺ ആണെന്നുണ്ടെങ്കിൽ 32 ഗ്രാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 ഫാരഡേ 32 ഗ്രാം ഡിവൈഡഡ് ബൈ 4, ദറ്റ് ഈസ് 8 ഗ്രാം ഓഫ് ഓക്സിജൻ അവിടെ ലിബറേറ്റ് ചെയ്യും. Then what is the amount of chlorine evolved when 2 ampere current is passed for 30 minutes in an aqueous solution of sodium chloride? So നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ക്ലോറിൻ എത്ര എമൗണ്ട് ഇവോൾവ് ചെയ്യുന്നുണ്ട്? കറണ്ട് എമൗണ്ട് 2 ആംപിയർ കറണ്ട് ഫോർ 30 minutes ഞാൻ aqueous solution of sodium chloride. ഓക്കെ, സോ ഇവിടെ I തന്നിട്ടുണ്ട്, T തന്നിട്ടുണ്ട്, മിനിറ്റ്സിലാണ്. സോ വി നീഡ് ടു കൺവേർട്ട് ഇറ്റ് ഇൻറ്റു സെക്കൻഡ്. 30 ഇൻറ്റു 60, ദാറ്റ് ഈസ് 1800 സെക്കൻഡ് എന്ന് കിട്ടും, 1800. സോ ആനോഡിലെ റിയാക്ഷൻ അറ്റ് ആനോഡ് ക്ലോറിൻ Cl മൈനസ് എന്തായിട്ട് മാറുന്നു? ഹാഫ് Cl2 പ്ലസ് E.
ക്ലോറിൻ്റെ ഇക്വലൻറ്റ് വെയിറ്റ് എത്രയാണ്? ഇക്വലൻറ്റ് വെയിറ്റ് ഓഫ് ക്ലോറിൻ 35.5 Cl2 ആണല്ലേ. 2 ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നു. ഹാഫ് ക്ലോറിൻ ആണ്. സോ അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നു. സോ വി വിൽ ഗെറ്റ് അഗൈൻ 35.5. നമ്മൾ കണ്ടുപിടിക്കേണ്ട എമൗണ്ട് ഓഫ് ക്ലോറിൻ WCl2 ആണ് വേണ്ടത്. സോ ഇക്വലൻറ്റ് വെയിറ്റ് ഓഫ് ക്ലോറിൻ ഇൻറ്റു I ഇൻറ്റു T ഡിവൈഡഡ് ബൈ ഫാരഡ് 96500. So 35.5 into 2 into 1800 divided by 96500. So we will get 1.32 gram. 1.32 gram എന്ന് കിട്ടും. ഈസി അല്ലേ? ഓക്കെ, ഡയറക്റ്റ് നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ലേ? സോ WCl വെയിറ്റ് ഓഫ് ക്ലോറിൻ കണ്ടുപിടിക്കാൻ ഇക്വലൻറ്റ് വെയിറ്റ് I ഇൻറ്റു T ചെയ്തിട്ട് ഫാരഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ വി വിൽ ഗെറ്റ് 1.32 gram. Next, 0.2964 gram of copper was deposited on passage of current of, so deposit ചെയ്ത എത്ര എമൗണ്ടാ? 0.2964 gram. Okay, current point I equal to 0.5 time 30 minutes, that is 30 minutes ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ചാർജ്ഡ് പാസ്ഡ്, ക്വാണ്ടിറ്റി ഓഫ് ചാർജ് പാസ് ചെയ്ത ചാർജിൻ്റെ ക്വാണ്ടിറ്റി Q ഈക്വൽ ടു IT. സോ I 0.5 T 30 then 60. സോ നമുക്ക് എത്ര കിട്ടും? 900 കൂളോംബ് എന്ന് കിട്ടും. ആ ക്വാണ്ടിറ്റി എത്ര ചാർജ് പാസ് ചെയ്തു, സോ ദാറ്റ് ഈസ് 900 കൂളോംബ് എന്ന് കിട്ടി. സോറി, okay, so this amount of coulomb will, this 900 coulomb will deposit എത്ര വാല്യൂ വന്നിട്ടുള്ള 0.964 gram of copper, 0.2964 gram copper. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 96500 coulomb will deposit 0.2964 into 96500 divided by 900. So നമുക്ക് ചെയ്യുമ്പോൾ 31.75 gram of copper എന്ന് കിട്ടും. ഓക്കെ, സോ Q ഈക്വൽ ടു IT ആണ് ഇവിടെ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ. സോ അത് വെച്ചിട്ട് നമുക്ക് എത്ര കൂളോംബ് ഓഫ് ചാർജാണ് പാസ് ചെയ്തതെന്ന് കിട്ടുന്നു, വിച്ച് ഈസ് 900 കൂളോംബ് വിൽ ഡെപ്പോസിറ്റ്. എത്ര ഗ്രാം കോപ്പർ ആണ് അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 96500 കൂളോംബ് 31.75 gram ഓഫ് കോപ്പർ എന്ന് കിട്ടുന്നു. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് കാൽക്കുലേറ്റ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് കോപ്പർ. അപ്പോൾ നമുക്കിവിടെ എത്ര ഡിപ്പോസിറ്റ് ചെയ്യുന്നു എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇക്വലൻറ്റ് വെയിറ്റ് എത്രയാ? 31.75 ആണ്. ഇക്വലൻറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 31.75 ആണെന്ന് കിട്ടി. ഓക്കെ, one second. സോ ഇക്വലൻറ്റ് വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, വിച്ച് ഈസ് 31.75. സോ അടുത്ത ഇക്വേഷൻ എന്താ? അറ്റോമിക് മാസ് ഈക്വൽ ടു ഇക്വലൻറ്റ് വെയിറ്റ് ഇൻറ്റു വാലൻസി. ആ വാലൻസി അല്ലേ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അറ്റോമിക് മാസ് 63.56 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 31.75 ഇൻറ്റു എക്സ്. X is our valency, then we need to divide 63.56 divided by 31.75. So we will get 2, that is plus 2 charge, that is the oxidation state. അപ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം Q ഈക്വൽ ടു IT എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തു. അപ്പോൾ അതിൽ 900 കൂളോം കിട്ടി. അത് വെച്ചിട്ട് അതിൻ്റെ ഇക്വലൻറ്റ് വെയിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. 96500 കൂളോമിന് എത്രയാണെന്നുള്ളത് ഇക്വലൻറ്റ് വെയിറ്റ് കണ്ടുപിടിച്ചു. ദെൻ അറ്റോമിക് മാസ് ഈക്വൽ ടു ഇക്വലൻറ്റ് വെയിറ്റിൻ്റെ ബാലൻസ് എന്ന് പറയുന്ന നെക്സ്റ്റ് ഇക്വേഷൻ ഓർത്തിരിക്കുക. ദെൻ അതിൽ നിന്ന് അറ്റോമിക് മാസ് ഡിവൈഡഡ് ബൈ ഇക്വലൻറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബാലൻസി കിട്ടും, ദാറ്റ് ഈസ് +2. ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ഫാരഡേ നീഡഡ് ടു റെഡ്യൂസ് 1 mole ഓഫ് Cr2O7 2- to Cr3+. അതായത് 1 Cr2O7 2-, ഇതിൽ ക്രോമിയം +6 ചാർജിലാണ് ഇരിക്കുന്നത് അല്ലേ. സോ അതായത് 6 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നു 2 Cr3+. സോ ഇത് 1 mole ആണ്, 1 mole Cr2O7, ബട്ട് ഇത് 2 mole ആണ്. സോ നമ്പർ ഓഫ്
ഫാരഡേ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ്, എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോൺസ്, ദാറ്റ് ഈസ് 6. അപ്പോൾ എത്ര മോൾസാ? ടു റെഡ്യൂസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ഫാരഡേ, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ഫാരഡേ. സോ നമ്പർ ഓഫ് ഫാരഡേ എന്തിന് ഈക്വലാ? ആ എത്ര ഇലക്ട്രോൺ, എത്ര മോൾസ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തു. സോ ഇവിടെ 6 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തു, അതുകൊണ്ട് നമ്പർ ഓഫ് ഫാരഡേസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോണിന് ഈക്വൽ ആണ്, ദാറ്റ് ഈസ് 6.